എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? പടച്ചവനെ, ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുന്ന മകനാണ്. ഉമ്മയ്ക്കും തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് കേൾക്കുകയാ, നബിതങ്ങളെ കുറിച്ച് വല്ലാതെ കേൾക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് നബിതങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ പോവുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്തു ചെല്ലുകയാണ്. നബിതങ്ങളുടെ ചാരത്തു ചെന്നിട്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാ. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നേരെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ മുസ്ലിമായുമ്മ, നിങ്ങളും മുസ്ലിമാകണം ഉമ്മ. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ മുസ്ലിമാകില്ല, നീ മര്യാദയ്ക്ക് മതം മാറ്, നമുക്ക് പഴയ മതം തന്നെ മതി. പടച്ചവനെ, മാതാവ് തന്റെ പൊന്നാര മകനോട് പറയുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വലിയ കാര്യമാക്കിയില്ല. പടച്ചവനെ, എഴുന്നേറ്റ് നബി തങ്ങളുടെ മുമ്പിൽ പോകും, ഇബാദത്തുകൾ ചെയ്യും, നല്ല കാര്യങ്ങൾ കേൾക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. ഉമ്മയുടെ കൂടെ ഒരേ വീടിന്റെ അകത്താണ് താമസിക്കുന്നത്. അവസാനം തന്റെ പൊന്നാരകൻ മുസ്ലിമായി, തന്റെ പൊന്നാര മകൻ മുസ്ലിമായെന്ന് കുടുംബക്കാരും അയൽവാസികളും അറിയുമ്പോ ഉമ്മയ്ക്ക് വാശിയായി, ഉമ്മയ്ക്ക് വാശിയായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെന്ന് പറഞ്ഞു, മോനെ, നീ പഴയ മതത്തിലേക്ക് മടങ്ങി വരണം. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, അതുമാത്രം എന്റെ ഉമ്മ എന്നോട് പറയരുത്, ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഉമ്മ പറഞ്ഞു, എങ്കിൽ ഞാൻ പട്ടിണി കിടക്കാൻ പോവുകയാ. നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല, നീ മതം മാറാതെ നിന്റെ ഉമ്മ വെള്ളം കുടിക്കൂല. ഞാൻ സത്യാഗ്രഹം തുടങ്ങുകയാണ്. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചിന്തിക്കുകയാണ്, വിശക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കുമല്ലോ, ദാഹിച്ച വെള്ളം കുടിക്കുമല്ലോ, അതുകൊണ്ട് വലിയ പരിഗണന കൊടുത്തില്ല. ഉമ്മ പടച്ചവനെ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുകയാണ്. അല്ലാ, വല്ലാത്ത വാശിയുള്ള ഉമ്മയാ, മാതാവ് പട്ടിണി കിടക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്ത് വന്നിട്ട് ഭക്ഷണം കൊണ്ടുപോവുകയാണ്. ഉമ്മ പറഞ്ഞു, മതം മാറാതെ ഞാൻ കഴിക്കൂല, നീ മതം മാറാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കൂല, മരിച്ചാലും കുഴപ്പമില്ല, ഞാനിനി വെള്ളം കുടിക്കൂല. പടച്ചവനെ, മാതാവ് വല്ലാത്ത വാശിയിലാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടമായി. അങ്ങനെ ജനങ്ങൾ പറഞ്ഞു, സഅദ്, നിന്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഉമ്മാടെ ചാരത്തേക്ക് വന്ന് ഭക്ഷണവും വെള്ളവും എടുത്തുകൊണ്ട് മാതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഉമ്മ പറഞ്ഞു, മതം മാറാതെ ഞാൻ കഴിക്കൂല, നീ മതം മാറിയിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വരണം. സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, ഞാൻ മതം മാറൂല, ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ്, മരിക്കേണ്ടി വന്നാലും. ഉമ്മ പറയുകയാണ്, ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ, നാട്ടുകാർ മുഴുവനും നിന്നെ പറയും നീ ഉമ്മയെ കൊന്നവനാണെന്ന്. നാട്ടുകാര് മുഴുവനും മരിക്കുന്ന കാലം വരെ പറയും, സഅദ്, നീ ഉമ്മയെ കൊന്നവനാണെന്ന് നാട്ടുകാര് പറയുമടാ. മര്യാദയ്ക്ക് മതം മാറൂ, മര്യാദയ്ക്ക് മതം മാറൂ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമ്മ. വല്ലാത്ത സങ്കടമായി, വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, സഅദേ,
നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു സഅദ്. നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദ്, നിന്റെ മാതാവും മരിച്ചു പോകും സഅദ്. ഒന്ന് പോകടാ, നിന്റെ ഉമ്മാടെ ചാരത്തേക്കൊന്നു പോകൂ, നിന്റെ ഉമ്മാനെ നീയൊന്ന് രക്ഷപ്പെടുത്തു. അതാ നാട്ടുകാരും ഒന്ന് പറയുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കൂ സഅദ്, ക്ഷമിക്കൂ സഅദ്. എന്ത് ചെയ്യണമെന്നറിയില്ല. മാതാവ് പട്ടിണി കിടക്കുകയാണ്, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ. ഉമ്മ പട്ടിണി കിടന്നിട്ടും മരിക്കാൻ പോവുകയാണ്. പറയുന്നത് അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയാനാണ്, മുത്തുനബിയെ വലിച്ചെറിയാനാണ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്നു വേദനിച്ചപ്പോ, അവിടത്തെ മനസ്സൊന്നു വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരികയാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായി വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ആയത്തുമായി അവിടെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് എന്തെന്നറിയുമോ? പടച്ചവനെ, മാതാപിതാക്കൾ മോശമായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ പടച്ചവനെ, വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കണമടോ. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ പരിഗണിക്കണം പടച്ചവനെ. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അനുസരിക്കരുത്. വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പട്ടിണി കിടക്കുന്ന മാതാവിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഭക്ഷണവും വെള്ളവും എടുത്തുകൊണ്ട് മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മാതാവിന്റെ വായിലേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോ കുടിക്കുമ്മാ കുടിക്കുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ വായുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോ മാതാവ് പറയുന്നു, മനസ്സു മാറില്ല, മതം മാറാതെ വെള്ളം കുടിക്കൂല, മതം മാറാതെ ഭക്ഷണം കഴിക്കൂല, നീ മതം മാറിയിട്ട് വായെന്ന് പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മാതാവിനോട് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഉമ്മാ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാവുമ്മ, എന്നോട് വല്ലാത്ത സ്നേഹമാവുമ്മ, എനിക്കും നിങ്ങളോട് വല്ലാത്ത സ്നേഹമാവുമ്മ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് എനിക്കറിയാമുമ്മ. പക്ഷേ എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടമാരെയാണെന്നറിയോ? എനിക്ക് നിങ്ങളെക്കാളും ഇഷ്ടമാരെയാണെന്നറിയുമോ? എന്റെ റബ്ബിനെയാ ഉമ്മ, എന്റെ മുത്തുനബിയാണുമ്മ. ആ മതമാണ് നിങ്ങൾ മാറാൻ പറയുന്നത്, നിങ്ങൾ അല്ലാഹനെയാണ് വലിച്ചെറിയാൻ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെയാണ് വലിച്ചെറിയാൻ പറയുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിനോട് പറയുകയാണ്, ഉമ്മാ, 1000 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു, 1000 ജന്മം എനിക്ക് അല്ലാഹു തന്നു,
1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. ഞാൻ മുസ്ലിമായതിന്റെ പേരില് 1000 പ്രാവശ്യം ഇതുപോലെ പട്ടിണി കിടന്നിട്ട് എന്റെ മുമ്പിൽ കിടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. കാരണം വലുത് ദീനാ ഉമ്മ. അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടവാ ഉമ്മ. നിബിതങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടവാ ഉമ്മ. നിങ്ങളും മതം മാറിയില്ലെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞിവിടെ കടന്ന് സത്യാഗ്രഹം ചെയ്താ നിങ്ങൾ തോറ്റുപോകുമുമ്മ. നിങ്ങൾ മരിച്ചാലും ഞാൻ മതം മാറൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതാണടോ ഈമാൻ, ഇതാടടാ ചെറുപ്പക്കാരാ ഈമാൻ. എന്റെ പെൺകുട്ടികളോട് പറയുകയാണ്, ഇന്നലെ കണ്ടവന്റെ കൂടെ പരിശുദ്ധമായ ദീന് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന പെങ്ങള്, ഇന്ന് നിനക്ക് ദീൻ വേണ്ടല്ലോ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ദീനൊന്നും വേണ്ട. അവര് കളിയാക്കുകയാ, അവര് പരിഹസിക്കുകയാ. ഇന്നവര് ദീനിനെ തന്നെ കളിയാക്കുന്ന രംഗമാ. മോളെ എങ്ങോട്ടുള്ള പോക്കാ മോളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഇന്നത്തെ പെൺകുട്ടികളുടെ പ്രവർത്തനങ്ങൾ വല്ലാത്ത സങ്കടപ്പെടുത്തുന്നതാ. അള്ളാന്റെ ദീനിനെ തന്നെ നാണം കെടുത്തുന്നില്ലേ? ഫർദയിട്ടിട്ട് തലയിൽ തുണിയുമിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമില് വീഡിയോയിട്ട് കളിയാക്കുന്ന യുവത്വമേ, ഉസ്താദന്മാരുടെ പ്രസംഗങ്ങളെ ട്രോളുകയല്ലേ? സ്വർഗത്തെ നിനക്ക് വിശ്വാസമില്ല, നരകത്തിൽ നിനക്ക് വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നിനക്ക് വിശ്വാസമില്ല. ഇന്ന് കളിയാക്കുകയല്ലേ? എടാ ചെറുപ്പക്കാരാ, ഇന്ന് അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയല്ലേ? മക്കളെ, പറയുന്നവനെ നിങ്ങൾ കളിയാക്കരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമോളെ, അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം ചെയ്യാ. ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കണ്ട, പാപമില്ല, ശിക്ഷയില്ല. ചെറുപ്പക്കാരാ, വാപ്പയാണ് കള്ളു കുടിക്കാൻ പറയുന്നത്, കഞ്ചാവടിക്കാൻ പറയുന്നത്. സ്വന്തം ഉമ്മ മകളോട് പറയുകയാണ്, കൂടെ പഠിക്കുന്നവന്റെ ബൈക്കിന്റെ പുറകിൽ കേറി പോകില്ല ഉമ്മ, അത് പാപവാ ഉമ്മ. ഒരുത്തന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ അത് പാപമാണ്, ചെയ്യില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം പെണ്ണ്. നിന്നെ വിവാഹം കഴിക്കാതെ ഒരുത്തനും നിന്റെ ശരീരത്തിൽ തൊടാറ് സമ്മതിക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, സഅദ് ഇബ്നു അബീ വഖാസിനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നിന്റെ മാതാപിതാക്കൾ മുസ്ലിമല്ല അമുസ്ലിമാ, എങ്കിലും നീ അവരെ ബഹുമാനിക്കണം, എങ്കിലും നീ അവരെ ആദരിക്കണം, എങ്കിലും അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ മാതാപിതാക്കളാണ്. അവരല്ലാന്റെ ദീനിനെതിരായിട്ടുള്ള കാര്യം പറഞ്ഞ അനുസരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്ന പരിശുദ്ധമായ ഖുർആനിലായത്തിറങ്ങുകയാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയുമോ? പ്രലോഭനങ്ങളിൽ വീണു പോകരുത്, സമ്മർദ്ദങ്ങളിൽ വീണു പോകരുത്. പല സമ്മർദ്ദവും വരും ചെറുപ്പക്കാരാ. കൂടെ കിടന്നവള് പറയുമിക്ക, ഞാൻ സ്വർണം വാങ്ങിത്തരാ. അതാ പറയുകയാണ്, വീട് വെക്കണമിക്ക, വീട് വെക്കണമിക്ക. മോളെ പൈസ ഇല്ലെന്ന് പറയുമ്പോ ഭാര്യ സ്വർണം തന്നിട്ട് പറയുന്നു, കൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ടുവായിക്ക, കൊണ്ട് പണയം വെക്ക്. ഇതെല്ലാരും ചെയ്യുന്നതല്ലേ? പറയണം, പാപമാ പാപമാ പാപമാ. പടച്ചവനെ, വീട് വെക്കാ പണമില്ലാതെ വന്നപ്പോ ഉമ്മ പറയുന്നു, ലോൺ എടുക്കടാ മോനെ. ഭാര്യ പറയുന്നു, ലോൺ എടുക്കടാ എന്ന്. എല്ലാരും പറയുന്നു ലോൺ എടുക്കാർ, പലിശയുമായി ബന്ധപ്പെടാർ. പറയണം ചെറുപ്പക്കാരാ, പാപം
പാപമാ. പടച്ചവനെ, ഒരിക്കലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. സമ്മർദ്ദങ്ങൾ പല രീതിയിൽ വരികയാണ്, പ്രലോഭനങ്ങൾ പല രീതിയിലും വരികയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിൽ ഉണ്ടാകണമെന്നാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹു സഹായിച്ച മൂന്നാമത്തെ അടിമയാരെന്നറിയുവോ? അതൊരു പെണ്ണാണ്. അതൊരു പെണ്ണാണ്. ഏതു പെണ്ണാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആയിഷയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. എപ്പോഴാണ് ആയിഷയുടെ മനസ്സ് വേദനിച്ചതെന്നറിയുമോ? അല്ലാഹുവേ, മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാ. മൂന്നാമത്തത് ഒരു പെണ്ണാണ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു പഠിക്കാൻ ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് ബോറടിക്കണുണ്ടോ? നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നിർത്താറായോ? എനിക്ക് നിങ്ങളെക്കാലം ധൃതിയ. എനിക്ക് ഈ വയല് തീർത്തിട്ട് വേണം മംഗലാപുരത്ത് പോകാൻ. എത്രയും പെട്ടെന്ന് പോകണമെന്ന് എൻ്റെ ആഗ്രഹം. മടുത്തെങ്കിൽ മടുത്തെന്ന് പറയണോ നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇവിടൊക്കെ തന്നെ കാണണം കേട്ടാ. സ്വർണം ചോദിക്കുമ്പോൾ ഇതുപോലെ കുനിഞ്ഞിരുന്നേക്കരുത്, അപ്പൊ തന്നെ ഊരി തരണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെടോ, നിങ്ങളൊക്കെ ഇരിക്കല്ലേ, ഞാനും മനുഷ്യനല്ലേ, അപ്പൊ എന്തിനാ ഇങ്ങനെ നിന്നിട്ട്? ഇരുന്നോട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു ഫാത്തിഹ ഓതിക്കേ. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ചൂടുണ്ടോ? ഇല്ലേ? ഞാൻ അകത്തിട്ടിരുന്ന ബനീനൊക്കെ നനഞ്ഞ് ചൂടായിട്ട്. അള്ളാഹു നാളെ പരലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ആ യുദ്ധത്തിൽ നബിതങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ട്. അപ്പൊ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ യാത്രയാണ്, വലിയ ദൂരമുള്ള യാത്രയാണ്. അപ്പോ എല്ലാവരും യാത്രയൊക്കെ നിർത്തി മലമൂത്ര വിസർജനമൊക്കെ നടത്തണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആദ്യം ആയിഷ ബീവിയെ പറഞ്ഞു വിട്ടു. ആയിഷ ബീവി പോയി തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. അപ്പൊ ആയിഷ ബീവി കയറുന്നത് എല്ലാവരും കണ്ടു, നബിതങ്ങളും കണ്ടു, സ്വഹാബത്തും കണ്ടു. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറിയതിനു ശേഷം ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇങ്ങനെ നോക്കുമ്പോ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ആ പോയ സ്ഥലത്താണ് മാല നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. അപ്പൊ ആയിഷ ബീബി ഇങ്ങനെ ഒട്ടകക്കട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആരെയും കാണാതെ വന്നപ്പോ ആയിഷ ബീബി വിചാരിച്ചു, എന്നാ പോയി ഓടിപ്പോയി എടുത്തിട്ട് വരാം. മാലയല്ലേ, വളരെ ഇഷ്ടപ്പെടുന്നൊരു മാല, അതുകൊണ്ട് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആരോടും പറയാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിപ്പോയി. നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വന്നു. ആയിഷ ബീബി വാഹനത്തിൽ കയറുന്നത് കണ്ടത് കാരണം ആരും നോക്കിയില്ല.
അത് പൊക്കിയെടുത്ത് മുകളിൽ വെച്ചിട്ട് യാത്ര തുടർന്നു. ആയിഷ ബീവിക്ക് വലിയ തടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാരവും ഇല്ല. അങ്ങനെ എല്ലാവരും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോൾ ആരെയും കാണാനില്ല. എല്ലാവരും പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. മരുഭൂമിയിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആയിഷ ബീവി കരയാൻ തുടങ്ങി. അപ്പോഴാണ് ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ആ സഹാബി അങ്ങനെ വരാനുള്ള കാരണം, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം വരുന്ന സഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു തആല അൻഹു. ആ സഹാബി ഇങ്ങനെ വരുമ്പോ വഴിയോരത്തൊരു പെണ്ണിങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്, ഹിജാബൊക്കെ ഇട്ടിട്ട്. ആരാന്നറിയണില്ല. ഇപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ ഇവിടെ ഇരുന്ന് കരയുന്നേ? ഇപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയിഷ മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല, ഞാൻ ആയിഷയാ, മുത്തുനബിയുടെ ഭാര്യ ആയിഷയാ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിന് ആയിഷ ബീവിയുടെ സംസാരം അറിയാം, ശബ്ദം അറിയാം, പരിചയമുണ്ട്. അപ്പൊ ഞാൻ മുത്തുനബിയുടെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ ഇന്നാലില്ല ചാടിയിറങ്ങി വാഹനത്തിന്റെ മുകളിൽ. എന്ത് പറ്റി ഉമ്മാന്നൊന്നും ചോദിച്ചില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കയറുമ്മ, ഞാൻ മുമ്പിൽ നടക്കാം ഉമ്മ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കയറി യാത്ര തുടർന്നു. സഫ്വാൻ തങ്ങൾ നടന്നു മുന്നിൽ. നബിതങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്ത് വെളുപ്പാങ്കാലമായി. അപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇല്ലെന്നറിഞ്ഞപ്പോ പിന്നെ വലിയ വിഷയമായി. നബിതങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. എല്ലാവരും പ്രശ്നമായി. എല്ലാവരും ഒരുമിച്ച് കൂടി. എന്തു പറ്റിയെന്നറിയാതെ എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്ത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെയും സഹാബത്തിനെയും കണ്ടപ്പോൾ ഒരു സമാധാനമായി. നബിതങ്ങളോട് ചെന്നിട്ട് സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുത്തു. സഫ്വാൻ തങ്ങൾ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ സമയമായപ്പോ ആ കൂട്ടത്തിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തരുണ്ടായിരുന്നു. അവൻ മുസ്ലിമിന്റെ പേരേ ഉള്ളൂ, കയ്യിലിരിപ്പൊന്നും അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമില്ലാത്തവന്. അവൻ എന്ത് നബിതങ്ങൾ, എന്ത് മുസ്ലിം, എന്ത് ആയിഷ. അവൻ പറഞ്ഞു, രണ്ടുപേരും ഇന്നലെ രാത്രി ചെറുപ്പക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു. കേട്ടവർ വിശ്വസിച്ചു. എന്തുകൊണ്ട്? പറഞ്ഞത് നബിതങ്ങളുടെ കൂടെ പോയവരായിരുന്നു. അമുസ്ലിമീങ്ങളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് കേട്ടവർ മുഴുവനും വിശ്വസിച്ചു. നാട് മുഴുവനും പരന്നു. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കേട്ട് മടുത്തു നബിതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പള്ളിക്കകത്ത് കയറി. പള്ളിയുടെ മിഹ്റാബിൽ കയറിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാരും എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഒരു ഭർത്താവിന്റെ നിലപാട് ഇങ്ങനെ ആയിരിക്കണം. ഒരു ഭാര്യയെ കുറിച്ച് ഒരു അപവാദം പറയുമ്പോ, ഒരു ഭർത്താവിനെ കുറിച്ച് ഒരു അപവാദം പറയുമ്പോ ഒരു ഭർത്താവിന്റെ നിലപാട് എന്തായിരിക്കും? നബിതങ്ങൾ പറഞ്ഞ മറുപടി, വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ആയിഷാനെ, എനിക്കറിയാം എൻ്റെ ആയിഷാനെ. ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവള ആയിഷ, എനിക്കറിയാം അവളെ. ഇന്നു വരെ നല്ലതല്ലാത്ത ഒരു കാര്യം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീബിയുടെ സംഭവം ഉണ്ടായപ്പോ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബി രാത്രി വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്റെ ഭാര്യ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ഭാര്യയും ഭർത്താവും ആണല്ലോ. ഈ ഭാര്യയും ഭർത്താവും
രാത്രി ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു, ആയിഷയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്താ അഭിപ്രായം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മോശമായ കാര്യം കേട്ടാൽ, ഒരു കഥ കേട്ടാൽ, ഒരു അപവാദം കേട്ടാൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എങ്ങനായിരിക്കണം? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അവളൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ അവളൊരുത്തൻ്റെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ല? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കയ്യിലെങ്ങാണം ഒരു വാർത്ത കിട്ടിയ സുബ്ഹാനല്ലാഹ്, എമ്പുരാന്റെ കഥ പോലും മാറിപ്പോകും. അങ്ങനത്തെ തിരക്കഥകൾ നമ്മൾ എഴുതും. നമ്മുടെ കയ്യിലെങ്ങാനും ഒരു പെണ്ണിന്റെ വീടിന്റെ പരിസരത്തു കൂടെ ഒരുത്തൻ നടന്നു പോയെന്ന് കേട്ടാൽ നമ്മൾ പറയും വീട്ടിനകത്ത് ഇറങ്ങിപ്പോയത് കണ്ടെന്ന്. പിന്നെ കയ്യിൽ നിന്ന് പോയി, പിന്നെ കഥകൾ വല്ലാതെയാ. എന്നാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ആയിഷ ബീവിയുടെ സ്ഥാനത്ത് പെണ്ണെ നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമോ? അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറഞ്ഞു, മഅദല്ലാഹ്, വല്ലാഹി ഞാൻ ചെയ്യൂല, പടച്ചോൻ കാക്കട്ടെ, ഞാൻ വ്യഭിചരിക്കാനോ? ഞാനൊരിക്കലും വ്യഭിചരിക്കൂല. ഞാനൊരിക്കലും അങ്ങനെ ആളുടെ കൂടെ പോകുന്ന ആളൊന്നുമല്ല. അള്ളാഹു എന്നെ കാക്കട്ടെ. അപ്പൊ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല ചോദിച്ചു, ഒരു സാധാരണ പെണ്ണായ നീ ചെയ്യത്തില്ലെങ്കിൽ ഈ മുഹമ്മദ് നബിയുടെ ഭാര്യ ചെയ്യോ? ഈ അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യയായ നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ വ്യഭിചരിക്കോ? എടി, നിന്നെക്കാല് എത്രയോ നല്ലവളാണ് ആയിഷ എന്ന് ആ സ്വഹാബി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. നമ്മളെപ്പോഴും നല്ലത് ചിന്തിക്കാവൂ. നമ്മളെപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ലൗലാ ഇദ സമിഅതുമൂഹു ദന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അതെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ചുമ്മാതെ മിണ്ടാതിരിക്കുക. അത് അവർ സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാതെ പറയുന്നതായിരിക്കും. അവരങ്ങനെ നടക്കുന്നവരല്ല. ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതെന്തുമാകട്ടെ, അവരും അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. ആയിഷ അല്ലെങ്കിൽ ആമിന അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ അവർ അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്തിനാ, നീ ഇല്ലാത്ത കഥ പറയാനും അതിന്റെ ചുവട് പിടിക്കാനും നീ എന്തിനാ നിൽക്കണം? അവരും അള്ളാഹു തമ്മിൽ തീർക്കട്ടെ. നീ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വഅദ് പറയുന്ന ഞാൻ കള്ളു കുടിച്ചു എന്നൊരു വാർത്ത കേട്ടു, നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു അലം. കിട്ടിയ പാടെ കിട്ടാത്ത പാടെ എല്ലായിടത്തും പറയും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാമീൻ പറയടോ. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും. വേണ്ട, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും. ലോകം മുഴുവനും പറയും ആയിഷ കേശവന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അങ്ങനെ കരുതുക. എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും. നിങ്ങൾ ചിന്തിക്കുക പെങ്ങളെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന് തോന്നി, അല്ലാ ഞാൻ ചെയ്തത് പാവം അവിടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ അവിടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുവോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം, പുറത്തു കൊടുക്കുവോ? കൊടുക്കുമോ ഇല്ലേ? കൊടുക്കുമോ ഇല്ലേ? ആ പെണ്ണിന് അല്ലാഹു പുറത്തു കൊടുക്കുവോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ, പുറത്തു അള്ളാഹു പുറത്തു കൊടുക്കും. നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ? നീ അള്ളാഹിനോട് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? താത്ത പുറത്തു തരുവോ? നിങ്ങളെന്താ ചിരിക്കണേ? ഓള് പോയി അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്തു, അള്ളാഹ് പുറത്തു കൊടുത്തു. നീ 4 പേരോട് പറഞ്ഞു, നീ തൗബ ചെയ്താ പൊരുത്തപ്പെട്ടു തരുവോ? ഇല്ല. അപ്പൊ നിനക്ക് വിവരമുണ്ട് അല്ലേ? എന്നിട്ടല്ലേ ഈ പണി കാണിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എല്ലാത്തിനും അറിയാം, എല്ലാത്തിനും ഇതറിയാം. എന്നിട്ടല്ലേ തൊഴിലുറപ്പ് പോയി ഇരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ചർച്ച അല്ലേ? ഇവിടെ തൊഴിലുറപ്പില്ലുണ്ടോപ്പ? അല്ലാ
റബ്ബേ, അതൊന്നും പറയാതിരിക്കലാടോ. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, എനിക്ക് എൻ്റെ വീട് പൊന്നാ ബഹളം എന്നറിയ, നിങ്ങൾ എന്തൊക്കെ ചർച്ചയാന്നറിയ, പോട്ടെ വല്ലതും പറഞ്ഞാൽ കേസായി പോകും. അള്ളാഹു കാത്തിരിക്കുമാർ. ഇവരെന്തും പറയാൻ പാടില്ല. ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എടീന്നൊന്നും വിളിക്കരുത് കേട്ടോ. ഭാര്യയെ കയറി എടീന്നൊന്നും വിളിച്ചേക്കരുത്. ആമിനെ കൊണ്ട് കേസ് കൊടുത്ത് അകത്ത. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കൊക്കെ സ്വർഗം തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇതൊന്നും അറിഞ്ഞില്ല. ആയിഷ ബീബി കഥ ഒന്നും അറിയണില്ല. പനി പിടിച്ചു, വീടിന്റെ അകത്ത് കിടക്ക. നബിതങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ നബിയെ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കും മോളെ, സമാധാനം കിട്ടട്ടെ. പക്ഷെ ആയിഷ ബീവി വീട്ടിൽ പോയപ്പോഴാ ഈ പുറത്തു നടക്കുന്ന സംഭവം മുഴുവനും അറിയുന്നേ. വല്ലാതെ സങ്കടപ്പെട്ടു പോയടോ. ആയിഷ ബീബി തകർന്നുപോയി. ഭക്ഷണമില്ല, വെള്ളം കൂടിയില്ല, ഇങ്ങനെ കരച്ചല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, എൻ്റെ മോൾ ഇങ്ങനെ കിടക്കും അനങ്ങാതെ. ഞാൻ പോയിട്ട് കാലി തട്ടി നോക്കും ജീവനുണ്ടോന്ന്. അത്രത്തോളം ആയിഷ കരഞ്ഞു. ആയിഷ ബീബി കരഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ 10ഓളം ആയത്ത് ഒറ്റയടിക്ക്. ആയിഷ ബീവിയുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കരഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്, ആയിഷ നിരപരാധിയാ, ആയിഷ നിരപരാധിയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, മനസ്സു വേദനിച്ചപ്പോ അല്ലാഹു സമാധാനിപ്പിച്ച മൂന്നാമത്തെ അടിമ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീബി ആയത്തുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഖുർആനിൽ ആയത്ത് തുടർച്ചയായി ഇറങ്ങി മഹദിയായ ആയിഷ ബീബിക്ക് വേണ്ടി. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഒരു വാർത്ത കേട്ടാൽ നീ നല്ലത് മാത്രം ചിന്തിക്ക്, ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത്, കണ്ണിൽ കാണാത്തത് പറയരുത്, ഉറപ്പില്ലാത്തത് പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറപ്പില്ലാത്ത വിഷയം അത് താടിയുള്ളവനാ പറയുന്നേ, തഴമ്പുള്ളവനാ പറയുന്നേ, ഫർദയും ഹിജാബും ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തസ്ബീഹ് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കണ ഉമ്മായ പറയുന്നെങ്കിലും വിശ്വസിക്കരുത്. കാണുമ്പോ തന്നെ ഓടിയേക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാവി, ചിലപ്പോൾ താടി കാണും, ചിലപ്പോൾ തൊപ്പി കാണും, ചിലപ്പോൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ പ്രഭാഷകനായിരിക്കും, ചിലപ്പോൾ പള്ളിയിലെ ഇമാമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മയായിരിക്കും, നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ കേൾക്കരുത്. എടോ, കൺഫേം ചെയ്യാതെ പറയരുത്. ഒരിക്കൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ബോറടിക്കുന്നുണ്ടോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കാരം താമസിച്ചിട്ട് അന്ന് പള്ളിയിൽ നിന്ന് വരുന്നേ. ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ രാത്രി ഇങ്ങനെ വരുമ്പോ ഒരാള് തലയിൽ തുണി ഇട്ടിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊരു കള്ളപ്പോക്കാണെന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിക്കുന്നു, ഉമർ രാജ്യം ഭരിക്കുന്ന ഈ കാലത്ത് ആരാ ഈ പതുങ്ങി പതുങ്ങി പോണേ? ഓനൊന്ന് പിടിക്കണമല്ലോ, എവിടെ പോവാന്ന് അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകിൽ പോയി, അയാളുടെ പുറകിൽ പോയി. ഇയാളെ തലയിൽ തുണിയിട്ടിട്ടാ പോണേ. ഇങ്ങനെ നടന്ന് 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 ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. ആരുമില്ലാത്ത ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ തന്നെ മനസ്സിലായി എന്തിനാ പോണേന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ആരോടും പറഞ്ഞില്ല, മിണ്ടിയില്ല, പുറകിൽ പോയി. ആരാ അല്ലാ ഇത്? ഈ വീടിന്റെ അകത്ത് ഈ ഒളിച്ചു കയറുന്ന ആളാരാ? ഈ പോയ ആള് വീട്ടിൽ ചെന്നിട്ട് അനുവാദം ഒന്നും ചോദിക്കാതെ ഒളിച്ചും പാത്തും വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ വാതിൽ തുറന്നിട്ട് അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ കേറിപ്പോകുന്ന മനുഷ്യന്റെ മുഖം കണ്ടു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. ആ ഒളിച്ച് കേറിപ്പോയത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യത്തിന്റെ ഭരണാധികാരി. തലയിൽ തുണിയിട്ടിട്ട് രാത്രി ഒരു വീടിന്റെ അകത്ത് ഒളിച്ചു കയറുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുക, ആരാ അല്ലാഹ് ഉമറിനെ കീഴ്പ്പെടുത്തിയത്? ആരാറപ്പേ? നമ്മളാണെങ്കിൽ ഒന്ന് പള്ളിയിലെ ഉസ്താദ് എങ്ങാണം ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു അഅലം.
രാത്രി ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കയറുന്ന രംഗമാണെങ്കിൽ പിന്നെ തെങ്ങി കെട്ടിയിട്ടാ ചോദിക്കണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല ആളെ കണ്ടു, പുറത്തു നിന്നു, ആരെയും വിളിച്ചൊന്നും കൂട്ടിയില്ല. ഇറങ്ങി വരുമ്പോ ചോദിക്കാം, നേരിട്ട് തന്നെ ചോദിക്കാം. കുറേ നേരം പുറത്തു നിന്നിട്ട് ഇറങ്ങി വരണില്ല. അവസാനം അബൂ തൽഹ തങ്ങളൊരു അടയാളം വെച്ചു ആ വീടിന്. എന്നിട്ട് വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാവിലെ എഴുന്നേറ്റു, സുബഹിക്ക് പള്ളിയിൽ പോയപ്പോ ഇമാമ നിൽക്കണത് ആരാ? ഈ ഉമർ തങ്ങള്. ഇന്നലെ രാത്രി ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറിയ ആളാ ഇമാമത്ത് നിൽക്കണേ. നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി. അല്ലാത്ത വിഷമം അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ തന്നെ പോയി വീടിന്റെ പുറത്തു പോയിട്ട് അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ വീടിന്റെ അകത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം ഒരു പെണ്ണിന്റെ ശബ്ദവാ. അപ്പൊ പെണ്ണാണെന്നുറപ്പായി. ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്നുറപ്പായി. എന്നിട്ടും അബൂ തൽഹ പോയില്ല, കൺഫേം ചെയ്യണം. അനുവാദം ചോദിച്ചു. വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായമായ ഉമ്മയെ ആ വീട്ടിൽ കിടക്കുന്നു. ഒരു പ്രായമായ വൃദ്ധ കിടക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രി ഒരാൾ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നേ? അത് എല്ലാ ദിവസവും രാത്രി വരും, എന്നെ കുളിപ്പിക്കും, എൻ്റെ മൂത്രവും കാഷ്ടവും ഒക്കെ കഴുകി വൃത്തിയാക്കും, എനിക്ക് വസ്ത്രം ഇട്ട് തരും, എൻ്റെ വസ്ത്രം കഴുകിത്തരും, എനിക്ക് ഭക്ഷണം വെച്ചിട്ട് എനിക്ക് തിന്നാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എന്നും രാത്രി വരാറുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ, അതാരാണെന്നറിയോ? അറിയില്ല മോനെ. അതാരാണെന്നറിയോ? ഞാൻ എത്ര പേര് ചോദിച്ചിട്ടും പറയണില്ല. ഉമ്മ പറയാ, ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ, അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നേരെ ഓടി, നേരെ പള്ളിയിലേക്ക് ഓടി. അബൂ തൽഹ റളിയല്ലാഹു തആല ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്തേ അബൂ തൽഹ? ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പൊരുത്തന്താ? ഒരല്പനേരത്തേക്കെങ്കിലും, ഒരു രാത്രിയെങ്കിലും നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഞാൻ കരുതിപ്പോയി. എനിക്ക് പൊരുത്തം തരണേ എന്ന് പൊട്ടിക്കരഞ്ഞു പൊരുത്തം ചോദിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഇതിൽ കാണാത്ത കാര്യം പറയരുത്, ഇനി ചെയ്തതാണെങ്കിലും പറയരുത്. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാരും ചോദിക്കുന്നത്, ഓള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞേ? ഓള് ചെയ്തത് അള്ളാനോട് പറഞ്ഞാൽ തീരും. നീ പറഞ്ഞത് അള്ളാനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓളോട് തന്നെ ചെന്ന് പറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ പാപമൊന്നുമല്ല, അത് വലിയ പാപമാ. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. എവിടെ വെച്ചാണ് മരണം വരുന്നെന്നറിയില്ല. ഏത് രീതിയിലും മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാം. ഏത് സമയത്തും എങ്ങനെയും കടന്നു വരാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിരിയും കളിയും സന്തോഷമല്ല, തകർത്ത് കളയുന്ന മരണം നമ്മുടെ മുമ്പിലേക്ക് ഇടിത്തി വീഴുന്നത് പോലെ കടന്നു വരാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ഇന്നീ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ അപരാധങ്ങളും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപം പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ തൗബ ചെയ്യാൻ പോകുകയാണ് പടച്ചവര്. ഈ നീട്ടുന്ന കൈ നീ തട്ടിക്കളയല്ലേ അല്ലാ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വന്നത് മുഴുവനും ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ വെച്ച് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് 3 സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.